ഗൃഹസന്ദർശനം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയും ആ നിലയ്ക്കും സംഭവിച്ചതുകൊണ്ടുകൂടിയല്ലേ വീട് കയറി ഇറങ്ങാൻ CPIM ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു വർഷം. രണ്ടാമത്തെ കാര്യം, ഞാനത് തൗഫീഖിനോടും പറയാണ്, ഈ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ കോൺഗ്രസും BJPയും തമ്മിൽ വളരെ പരസ്യമായ ഏതെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കി, സഖ്യം ഉണ്ടാക്കി എന്നല്ല, കോൺഗ്രസ്സുകാർക്ക് അതിവേഗം BJPയുമായി ചങ്ങാത്തത്തിലാകാൻ കഴിയുന്നു എന്ന് മറ്റത്തൂർ ഒരു പാഠം മലയാളിക്ക് മുമ്പിൽ തന്നു എന്ന് അതിൻ്റെ ഗൗരവമായ വശം ആ നിലയിലാണ്. ശ്രീ അനിൽകുമാർ ഒന്ന് ചുരുക്കി. അല്ല, BJPക്ക് എന്ത് കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. BJPക്ക് കാരണം CPIMനെ തകർക്കണം. അതിന് കാരണം എന്താണ്? കേരളത്തിലെ UDF എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു സംവിധാനത്തെയാണ്, മതരാഷ്ട്രീയത്തെയാണ്. സ്വാഭാവികമായിട്ടും BJP എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണ് പ്രധാനപ്പെട്ട ആശയമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ആളെ സംഘടിപ്പിക്കേണ്ടത്? CPIMൻ്റെ അടിത്തറ തോണ്ടണം. CPIMൻ്റെ അടിത്തറ തോണ്ടാൻ എന്ത് വേണം? ഒരു തവണ UDFനെ ജയിപ്പിച്ചാൽ മതി. കേരളത്തിൽ ഒരു തവണ കൂടി നിയമസഭയിൽ UDFനെ ജയിപ്പിച്ചാൽ വർഗീയ അന്തരീക്ഷമാകും. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല, മറ്റിടത്ത് കൊടുത്തു, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോലാഹലം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് RSSന്. വളരെ വേഗം കേരളത്തിൽ മാറാടുകൾ ആവർത്തിക്കും, ചാലക്കമ്പോളം കത്തും. 10 കൊല്ലതില്ല. അത് BJP ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മറ്റത്തൂർ മാത്രമല്ല, കേരളത്തിലും BJP ആഗ്രഹിക്കുന്നത് UDFനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ്. മുസ്ലിം ലീഗിനെ അധികാരത്തിൽ കൊണ്ടുവരണം BJPക്ക്. എന്ത് കാരണം? അതിലൂടെ മാത്രമേ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ കഴിയൂ. അപ്പം മുസ്ലിം ലീഗിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് കേരളത്തെ ഏറ്റവും വേഗം വർഗീയവൽക്കരിക്കുക എന്ന BJPയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDFന് ഒരു പിന്തുണ കൊടുക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? ഞങ്ങൾ UDFൻ്റെ പിന്തുണ ഒരു പഞ്ചായത്തിലും സ്വീകരിക്കില്ല. അതിന് കാരണം എന്താണ്? BJPയെ ഞങ്ങൾ ചെറുക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDFനെ ഞങ്ങൾ ചെറുക്കണം. രണ്ടു കൂട്ടരും വേണ്ട. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. പിന്നെ ജനങ്ങളെ കാണാൻ പോണത് ഇന്നല്ലല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ ദിവസം പോയതാണ് 10 ലക്ഷം വീട്, 9 ലക്ഷം പേർക്ക് വീട് കൊടുക്കുന്ന പദ്ധതി. വേറൊരു സർവേ ആണല്ലോ പട്ടിണിക്കാരെ തേടാൻ പോയത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന ഒരു രേഖയില്ലാത്ത ദാരിദ്ര്യമുക്ത കേരളം പദ്ധതി 64,000 പേരെ കണ്ടു. വീണ്ടും കാണാൻ പോവാണ്. മഞ്ഞക്കാടും പിങ്ക് കാടും ഉള്ളവർക്കെല്ലാം വീടുകളിൽ അവർക്ക് വീട്ടമ്മമാരുടെ ഒരു സുരക്ഷാ പദ്ധതി, കുട്ടികൾക്ക് കണക്ട് വർക്ക് പദ്ധതി ഒക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്കെതിരെ മാധ്യമങ്ങൾ നുണ നിർമ്മിക്കുമ്പോൾ ആ മാധ്യമങ്ങൾ കാണുന്നല്ല ഞങ്ങൾ എന്ന അവരോട് അതിലൂടെ ഞങ്ങൾ ജനങ്ങളുടെ സമ്മതിയെ കൂടുതൽ